നമസ്കാരം പ്രിയരെ. പോളിംഗിൻ്റെ തുടക്കവും ഒന്നാം പോളിംഗ് ഓഫീസറുടെ ചുമതലകളും. നമ്മൾ മോക്ക് പോൾ ചെയ്തു കഴിഞ്ഞു. മെഷീൻ ഓഫ് ചെയ്തു. കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് സെക്ഷൻ സീൽ ചെയ്തു. സ്പെഷ്യൽ ടാഗും അതുപോലെ തന്നെ ഗ്രീൻ പേപ്പർ സീൽ, അഡ്രസ് ടാഗുകളൊക്കെ ഉപയോഗിച്ച് സീലിംഗ് നടത്തി. അതേപോലെ തന്നെ VVPAT ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്തു. വീണ്ടും മെഷീനുകൾ പഴയ പോലെ തന്നെ കണക്ട് ചെയ്യുന്നു. ആദ്യം VVPAT മെഷീൻ അൺലോക്ക് ചെയ്യുന്നു. പിന്നീട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റിൻ്റെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ വോട്ടുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മളും അതുപോലെ തന്നെ പോളിംഗ് ഏജൻറ്റുമാരും ഉറപ്പുവരുത്തും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോൾ തന്നെ ചെയ്തിരിക്കണം. മോക്ക് പോൾ വിവരങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിൻ്റെ പാർട്ട് 1 അതുപോലെ തന്നെ ഡയറിയിലും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഷീറ്റും എല്ലാ സമയവും പ്രിസൈഡിംഗ് ഓഫീസർ കരുതിയിരിക്കേണ്ടതും ആണ്. അതുപോലെ മായ്ക്കാനാവാത്ത മഷിയുടെ കാര്യത്തിൽ വളരെയധികം കെയർ പുലർത്തേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾക്കൊരു കപ്പ് തന്നിട്ടുണ്ട്. ആ കപ്പിൽ മണലിട്ട് നടുവിൽ മഷി ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രഷിന് നീളം വർദ്ധിപ്പിക്കാവുന്നതുമാണ്. മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മഷി ശരീരത്തിൽ പതിക്കുന്നതോ അതുപോലെ തന്നെ നമ്മുടെ വോട്ടേഴ്സ് രജിസ്റ്ററിനകത്ത് പതിക്കുന്നതോ ഒഴിവാക്കണം. പോൾ തുടങ്ങുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു ഡീക്ലറേഷൻ സീക്രസി ഓഫ് വോട്ടിങ്ങിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ആദ്യത്തെ ഡീക്ലറേഷൻ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ 5 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ചേർന്ന് കൺട്രോൾ യൂണിറ്റിൽ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ വോട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും അക്കാര്യം 17A രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് അതിനകത്ത് എഴുതി ചേർക്കുകയും വേണം. ടോട്ടൽ ഇൻ ദ കൺട്രോൾ യൂണിറ്റ് ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി 0 എന്ന് എഴുതി ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും സൈൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സീക്രസി ഓഫ് വോട്ടിംഗ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷനുകളുടെ പാർട്ട് 1 ആണ്. വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസറോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറോ നമ്മുടെ മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ ഏജൻറ്റുമാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. മാർക്ക്ഡ് കോപ്പിയിൽ പോസ്റ്റൽ ബാലറ്റ്, EDC വോട്ട്സ് അതുപോലെ തന്നെ AST വോട്ടുകളുടെ വിവരങ്ങളൊക്കെ ഏജൻറ്റുമാർക്ക് കാണിക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ അദ്ദേഹം ഉറക്കെ വായിക്കണം. പാർട്ട് 1 ഉറക്കെ വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൽ പോളിംഗ് ഏജൻറ്റുമാർ സൈൻ ചെയ്യേണ്ടതാണ്. പ്രിയരെ, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷന് 4 ഭാഗങ്ങളുണ്ട്. പാർട്ട് 1 കമൻസ്മെൻറ്റ് ഓഫ് പോളാണ്. അതുപോലെ പാർട്ട് 2 ഏതെങ്കിലും മെഷീൻ ചേഞ്ച് ആക്കുകയാണെങ്കിൽ ആ ചേഞ്ച് ആക്കുന്ന അവസരത്തിൽ ഉള്ള ഡീക്ലറേഷനാണ്. പാർട്ട് 3 ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിംഗ് അവസാനിക്കുന്നു. ആ പോളിംഗ് അവസാനിക്കുന്ന സമയത്തുള്ള ഡീക്ലറേഷനാണ്. അതുപോലെ പോളിംഗ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം EVM അതിൻ്റെ കവറുകളിലിട്ട് സീൽ ചെയ്തതിന് ശേഷം എല്ലാ സീലിങ്ങും കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡീക്ലറേഷനാണ് പാർട്ട് 4. അടുത്തത് ക്യൂ മാനേജ്മെൻ്റ് ആണ്. 3 ക്യൂ ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് മെയിൽ വോട്ടേഴ്സിന് വേണ്ടിയും, രണ്ടാമത്തേത് ഫീമെയിൽ വോട്ടേഴ്സിന് വേണ്ടിയും, മൂന്നാമത്തേത് സീനിയർ സിറ്റിസൺസ് അതുപോലെ തന്നെ PWD വോട്ടേഴ്സിന് വേണ്ടിയുമാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും ഉള്ള ക്യൂ ആണത്. 2 ഫീമെയിൽ വോട്ടേഴ്സിനെ അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മെയിൽ വോട്ടറെ അയക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സീനിയർ സിറ്റിസൺസിനും PWD വോട്ടേഴ്സിനും മുൻഗണന നൽകേണ്ടതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് വിസിറ്റ് ഷീറ്റ്. RO, ERO, സെക്ടർ മജിസ്ട്രേറ്റ് തുടങ്ങിയ ആൾക്കാർ അതിനകത്ത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ രേഖപ്പെടുത്തേണ്ട വിസിറ്റ് ഷീറ്റാണിത്. ഇതും എല്ലാ സമയവും പ്രിസൈഡിംഗ് ഓഫീസർ കരുതി കയ്യിൽ തന്നെ വെക്കേണ്ടതാണ്. പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്ന ആൾക്കാരുടെ ലിസ്റ്റാണിത്. വോട്ടർമാർ, അതുപോലെ തന്നെ പോളിംഗ് ഒഫീഷ്യൽസ്, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്, അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്, അതുപോലെ തന്നെ ഒരു പോളിംഗ് ഏജൻറ്റ് ഒരു സമയത്ത്. ഒരു കാൻഡിഡേറ്റിന് ഒരു പോളിംഗ് ഏജൻറ്റ് ഒരു സമയം, ബാക്കി റിലീഫ് ഏജൻറ്റുമാരാണല്ലോ. പിന്നെയുള്ളത്
ഇലക്ഷൻ കമ്മീഷൻ ഓതറൈസ് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് അവരെ അനുവദിക്കാം. അതുപോലെ തന്നെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടി, ചെറിയ കുട്ടി, അതായത് വകതിരിവ് വരാത്ത കുട്ടിയാണ്, വലിയ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. സീക്രസി ഓഫ് വോട്ടിംഗ് വയലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പാനിയൻ വോട്ടർ, അന്ധനും ആവശ്യമായ വോട്ടറോട് ഒന്നിച്ച് നിൽക്കുന്ന കമ്പാനിയൻ വോട്ടർ, സഹായി വോട്ടർ, അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാം. അതുപോലെ തന്നെ ഐഡൻറ്റിഫയിങ് ഒഫീഷ്യൽസ്, BLO പോലുള്ള ഉദ്യോഗസ്ഥരെ ആവശ്യമാണെങ്കിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക്. അടുത്തതായി ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കൃത്യമായും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡ്യൂട്ടികളെല്ലാം തന്നെ പഠിച്ചിരിക്കണം. കാരണം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പെട്ടെന്ന് ബൂത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് പോളിംഗ് ഓഫീസറായും ആയിരിക്കും പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വരിക. വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അദ്ദേഹം മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോളിൻ്റെ കസ്റ്റോഡിയനാണ്. അതുപോലെ തന്നെ ഓവർസീസ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കസ്റ്റോഡിയനാണ് അദ്ദേഹം. ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ കസ്റ്റോഡിയൻ ആണ് അദ്ദേഹം. പ്രോക്സി വോട്ടേഴ്സ് വന്ന് വോട്ട് ചെയ്യുന്ന ആ ലിസ്റ്റിൻ്റെ കസ്റ്റോഡിയനും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ AST ലിസ്റ്റ്, ആബ്സെൻറ്റി ഷിഫ്റ്റഡ് ഡെഡ്, ഈ ലിസ്റ്റിൻ്റെ കസ്റ്റോഡിയനും അദ്ദേഹം തന്നെ. അതുപോലെ തന്നെ EDC വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ കസ്റ്റോഡിയനും അദ്ദേഹം തന്നെയാണ്. പ്രവാസി വോട്ടർമാരെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി പാസ്പോർട്ട് മാത്രമേ ഉപയോഗിക്കുവാൻ വേണ്ടി പാടുള്ളൂ. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുമ്പിലെത്തുന്ന വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി എപ്പിക് ആണ് ഉപയോഗിക്കേണ്ടത്. എപ്പിക്കിന് പുറമെ 11 ഓൾട്ടർനേറ്റ് ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് വരെ പ്രഖ്യാപിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മുഖം മറയുന്ന പർദ്ദ ധരിച്ച സ്ത്രീകളെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടി ഫീമെയിൽ പോളിംഗ് ഓഫീസറെയോ അല്ലെങ്കിൽ ഫീമെയിൽ BLOയെയോ ഉപയോഗിക്കാവുന്നതാണ്. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വോട്ടറുടെ പേരും മാർക്ക്ഡ് കോപ്പിയിലെ സീരിയൽ നമ്പറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വായിക്കേണ്ടതാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വായിക്കുന്ന കാര്യങ്ങൾ പോളിംഗ് ഏജൻറ്റുമാരും അതുപോലെ തന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസറും വ്യക്തമായി കേൾക്കേണ്ടതാണ്. അല്പനിമിഷം കാത്തുനിന്നതിനു ശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മാർക്ക്ഡ് കോപ്പിയിൽ മാർക്ക് ചെയ്യേണ്ടതാണ്. അതിനുള്ളിൽ പോളിംഗ് ഏജൻറ്റുമാർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർ അത് പറയുന്നതാണ്. മാർക്ക് ചെയ്യേണ്ട വിധം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇടത്തെ ഭാഗത്ത് താഴെ നിന്ന് വലത്തെ ഭാഗത്ത് മുകളിലേക്ക് ഒരു ക്രോസ് മാർക്ക് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്, റെഡെങ്കിൽ. അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ ആണെങ്കിൽ സീരിയൽ നമ്പറിന് ചുറ്റും ഒരു വൃത്തം വരയ്ക്കുന്നു. സ്ത്രീ വോട്ടർമാരുടെ കണക്കെടുക്കുവാനുള്ള വിദ്യയാണിത്. ഇതുപോലുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കുക. മൊത്തം സ്ത്രീ വോട്ടർമാരുടെ എത്രയാണ് ഉള്ളത് എന്ന് വെച്ച് അതിന് ഏകദേശം കറക്റ്റാവുന്ന രൂപത്തിലുള്ള 1, 2, 3, 4 ആ രീതിയിൽ സീരിയൽ നമ്പർ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ഓരോ സ്ത്രീ വോട്ടർമാരും വരുമ്പോഴും അതിന് സീരിയലായി വൃത്തം വരയ്ക്കുക. അങ്ങനെ വരുന്ന അവസരത്തിൽ ഓരോ 2 മണിക്കൂറിലും പ്രിസൈഡിംഗ് ഓഫീസർ എത്ര സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് കൃത്യമായി ഈ ഷീറ്റ് നോക്കി അത് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ 17A രജിസ്റ്റർ നോക്കി ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും പറയും. അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് മെയിൽ വോട്ടേഴ്സിൻ്റെ എണ്ണം കിട്ടും. ഒരു EDC വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് റെഗുലർ വോട്ടേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സീരിയൽ നമ്പറായിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തെ സാധാരണ ഒരു വോട്ടർ വോട്ട് ചെയ്യുന്ന രൂപത്തിൽ അയക്കാവുന്നതാണ്. അതേസമയം സെക്കൻഡ് പോളിംഗ് ഓഫീസർ എൻട്രിയിൽ EDC വോട്ടാണെന്ന കാര്യം രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തണം. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ EDC വോട്ടറെക്കുറിച്ച് പോളിംഗ് ഏജൻറ്റുമാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ASD ലിസ്റ്റിലുള്ള ഒരു വോട്ടർ വോട്ട് ചെയ്യുവാൻ വേണ്ടി വന്നാൽ, അതായത് ആബ്സെൻറ്റി ഷിഫ്റ്റഡ് ഡെഡ് ലിസ്റ്റിനകത്തുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ അദ്ദേഹത്തിന് എപ്പിക്കോ ഓൾട്ടർനേറ്റ് ഡോക്യുമെൻറ്റ്സോ ഉപയോഗിക്കാം.
ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്യുവാൻ വേണ്ടി അനുവദിക്കാവുന്നതാണ്. അതിനു മുമ്പ് ASD വോട്ടർ ഒരു ഡീക്ലറേഷനിൽ ഒപ്പിടേണ്ടതാണ്. 17A രജിസ്റ്ററിൽ സിഗ്നേച്ചർ വെക്കുന്ന ഭാഗത്ത് തമ്പ് ഇംപ്രഷൻ കൂടി വെക്കേണ്ടതാണ്. അതുപോലെ 17A രജിസ്റ്ററിനകത്ത് സിഗ്നേച്ചർ വെക്കുന്ന ഭാഗത്ത് ഒരു തമ്പ് ഇംപ്രഷൻ കൂടി വെക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ASD ലിസ്റ്റിൽ നിന്ന് വോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും അവസാനം മാർക്ക്ഡ് കോപ്പിയോടൊന്നിച്ച് അറ്റാച്ച് ചെയ്യേണ്ടതുമാണ്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഉള്ള ബൂത്തുകളാണെങ്കിൽ ഒരു ഫോട്ടോ കൂടി എടുക്കേണ്ടതാണ്. അതുപോലെ ASD ആപ്പിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതും ആണ്. വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാന കർത്തവ്യം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി തിളങ്ങുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.